നമസ്കാരം. ഞാനെന്നൊരു രസകരമായൊരു കാര്യം പറയാം. ഒരാളുടെ പേര് അയാളുടെ മുഖവുമായിട്ട് സാമ്യമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഉദാഹരണത്തിന് ഞാനൊരു പേര് പറയാം, മോഹൻലാൽ. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് മോഹൻലാലിൻ്റെ ഒരു ചിത്രം കടന്നു വന്നില്ലേ? അതേപോലെ തന്നെ മമ്മൂട്ടി. ഇപ്പോൾ മമ്മൂട്ടിയുടെ രൂപമായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വന്നത് അല്ലേ? അപ്പോൾ നമ്മളെന്താണ് ആ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ പേര്, അവരുടെ ശരീരഘടനയും അവരുടെ ചിത്രവും അവരുടെ രൂപവും നമുക്ക് മനസ്സിൽ കൊണ്ടുവരും. അപ്പോൾ ഇനി ഞാൻ നിങ്ങളുടെ മനസ്സ് ഒന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അവരുടെ പേര്, മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പേര് അവർ പരസ്പരം മാറ്റി വിളിക്കാനായിട്ട് തീരുമാനിച്ചു. അതായത് മോഹൻലാലിൻ്റെ പേര് മമ്മൂട്ടിക്കും മമ്മൂട്ടിയുടെ പേര് മോഹൻലാലിനും ഇടാനായിട്ട് അവർ പരസ്പരം തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ഇനി അവരെ മാറ്റി വിളിക്കണം. മോഹൻലാലിനെ മമ്മൂട്ടി എന്നും മമ്മൂട്ടിയെ മോഹൻലാൽ എന്നും വിളിക്കണം. ജാതി മതവും മാറുന്ന ആ ചിന്താഗതിയല്ല ഞാൻ പറഞ്ഞത്, അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. പേരുകൾ മാത്രം. ഓക്കെ. അപ്പോൾ നമ്മളിനി തിയേറ്ററിൽ പോകുമ്പോൾ മമ്മൂട്ടിയുടെ സിനിമ കണ്ടു കഴിഞ്ഞാൽ മോഹൻലാൽ എന്തൊരു അഭിനയമായിരുന്നു പറഞ്ഞ് നമ്മൾ പിന്നീട് മാറ്റണം. അപ്പോൾ മമ്മൂട്ടി മോഹൻലാലിൽ നിന്നും മോഹൻലാലെ മമ്മൂട്ടിയിൽ നിന്നും വിളിച്ച് നമുക്കത് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പിന്നീട് അതെന്തായി ശീലമാവും. ഇപ്പോൾ നമ്മൾ കമലാ സുരയ്യ, മാധവിക്കുട്ടി എന്ന സാഹിത്യകാരി കമലാ സുരയ്യ ആയതും ദിലീപ് കുമാർ AR റഹ്മാനായതും സംഗീത സംവിധായകൻ, ഇതൊക്കെ നമ്മൾ വിളിച്ച് ശീലിച്ചതിന് ശേഷം പഴയ പേരുകൾ പോലും നമുക്ക് അറിയാത്തൊരവസ്ഥയിലായി അല്ലേ? അപ്പോൾ അതുമാത്രമല്ല, ഹച്ച് എന്ന ഒരു സിം കാർഡിൻ്റെ കമ്പനി വോഡാഫോണിലേക്ക് മാറിയില്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഹച്ച് എന്ന് പറയുമ്പോഴായിരുന്നു വളരെ ഒരു ചേർന്നതായിട്ട് തോന്നുന്നു ആ പേര്. അപ്പോൾ നമ്മൾ വിളിച്ച് ശീലിച്ചപ്പോൾ അത് മാറി. അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്ന് ശീലങ്ങളാണെല്ലാം, മനുഷ്യൻ്റെ ശീലങ്ങൾ. ഇപ്പോൾ ഞാൻ ഒന്നിനെ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടുകൾ, അതെല്ലാം ശീലമാണ്. നമ്മൾ വിളിക്കുന്നത്, നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ശരിയാണോ എന്നുള്ളതിനേക്കാൾ അതെല്ലാം ശീലങ്ങളാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതായത് നമ്മളുടെ യാഥാർത്ഥ്യ ബോധത്തെക്കാളും നമ്മളെ ഇന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ശീലങ്ങളാണ്.